മരുഭൂമിയിൽ എന്താ സസ്യമില്ലാത്തത്? അതിനുള്ള കാരണം അവിടെ മഴയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, അഗസ്ത്യ മഹർഷി ഹിമാലയം വിട്ട് തെക്കേ ഇന്ത്യയിലേക്ക് യാത്രയായി. നടന്ന് വേണമല്ലോ വരാൻ, പൊക്കം കുറഞ്ഞ ആളാണ്. നടന്ന് മധ്യപ്രദേശിൽ ദണ്ഡകാരണ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് സുദീർഘവും സുവിസ്തൃതവുമായിരിക്കുന്ന മണലാരണ്യമാണ്. അതങ്ങോട്ട് കണ്ടപ്പോൾ മനസ്സിന് വേദന തോന്നിയത്രേ. എന്താ അത് കഥ? ഒരു പച്ചയുടെ ഒരു കൊടി പോലും ഇവിടെ കാണാനില്ല. കണ്ടയിടത്ത് മുഴുവൻ മണലാരണ്യം. അദ്ദേഹത്തിന് നടക്കാൻ തോന്നിയില്ല അത്രേ. അവിടെ ഇരുന്നിട്ട് തപസ് ചെയ്തു. എന്താ ഈ തപസ്? അവനവൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉള്ളുകൊണ്ട് തപിക്കുന്നതാണ് തപസ്. ആ കണ്ട കാഴ്ചയോട് തനിക്കുള്ള സഹതാപം, ആ സഹതാപം തൻ്റെ വ്യക്തിത്വത്തിൽ ഉഷ്ണം കയറ്റി, ചൂട് കയറ്റി. ആ ചൂടിനെ സഹിച്ചുകൊണ്ട് ഇതിനൊരു നിവാരണം വേണം. നിവാരണം എവിടുന്നാ ഉണ്ടാക്കുക? 4 കുടം വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. മേഘങ്ങളെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അവിടെ ഇരുന്ന് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആ അനുതാപത്തിൽ, സഹതാപത്തിൽ അങ്ങനെ അങ്ങോട്ട് നീറി സഹിച്ചു. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് പറയിൻ. അഗസ്ത്യ മഹർഷിക്ക് അവിടെ പുഷ്പമുണ്ടായിരുന്നോ പൂജിക്കാൻ? ആചമനം കഴിക്കാൻ വെള്ളമുണ്ടായിരുന്നോ? ഉദ്ധരണി കൊണ്ട് ഒരു സ്പൂൺ വെള്ളമെടുത്ത് ആരുടെയെങ്കിലും പാദത്തിലോ തലയിലോ സമർപ്പിക്കാൻ സാധിച്ചോ? ഇല്ല. ഒരു സാധനവും ഇല്ല അവിടെ. ആ ഒന്നുമില്ലാത്ത സ്ഥലത്ത് കണ്ണടച്ചിരുന്ന് സഹതാപം എന്ന് പറയുന്ന അഗ്നി, സഹതാപാഗ്നിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വെന്ത് അങ്ങനെ ഇരുന്നു. അപ്പം മനസ്സിലാവുമ്പോൾ അതിന് അഗ്നിയും ചൂടുമല്ല. സഹതാപം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ആ ഭാവത്തെ അഗ്നിയോട് ഉപമിക്കണമെന്നേ ഉള്ളൂ. അതിന് ചൂടുണ്ടെന്ന് അർത്ഥം വിചാരിക്കരുത്. ആ അഗ്നിയിലുണ്ടല്ലോ, സഹതാപത്തിൽ ആ മനസ്സങ്ങട് ലഗ്നമായിരുന്ന, അയ്യോ ഒരു ചെടിയില്ലല്ലോ അപ്പം അവിടെ. കാണുന്നത് മുഴുവൻ മണലാരണ്യമാണ്. ഈ സ്ഥിതി ഒന്ന് മാറണം. ആ സങ്കല്പം, ആ പ്രതീക്ഷ, അതിനു വേണ്ടിയിട്ടുള്ള അനുതാപം, അതിനു വേണ്ടിയിട്ടുള്ള അനുധാവനം. കുറേ കഴിയുമ്പോഴേക്കും മേഘങ്ങൾ തടിച്ചുകൂടി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ ഞാൻ പറയണത്? ഒറ്റ മനുഷ്യൻ ഒരിടത്തിരിക്കണു. എത്രയോ സ്ക്വയർ കിലോമീറ്റർ കണക്കിനാണ് മണലാരണ്യം വ്യാപിച്ചു കിടക്കുന്നത്. അവിടെ ചെന്നിരുന്ന് വെറുതെ ഒരു വ്യക്തി, ഒരു മഹർഷി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സാമഗ്രിയുമില്ല. 2 കയ്യ്, 10 വിരല്, ഒരു തല, 2 കാല്, ഇത്രയേ ഉള്ളൂ. അവിടെ ഇരുന്ന് അദ്ദേഹം തപസ് ചെയ്തു. ആലോചിക്കൂ, മനുഷ്യൻ്റെ ഏത് ആരാധനയ്ക്കാണ് കൂടുതൽ ശക്തി, കൂടുതൽ വില? വട്ടയ്ക്കും കൊട്ടയ്ക്കും പുഷ്പങ്ങൾ കൊണ്ടുവന്ന് സഹസ്രനാമാദികൾ ചൊല്ലി എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ മൈക്കിലൂടെ ഉദ്ഘോഷിച്ച് ആ വിശ്വസ്മൈ നമഃ, ഇങ്ങനെയാണോ ചെയ്യുന്നതിനാണോ ഫലം കൂടുതൽ? അല്ല. മനുഷ്യൻ്റെ മനസ്തടം, മനുഷ്യൻ്റെ ബുദ്ധിതലം, മനുഷ്യൻ്റെ ഹൃദയതലം, തപസ് മുഴുവനും അവിടെ നടക്കുന്നതാണ്. ആലോചന, മനനം, പലതരത്തിലുള്ള ഭാവാന്വിതത്വം, ഭാവോജ്വലത, ഇതൊക്കെയാണ് തപസ്സിൻ്റെ ഘടകങ്ങൾ. അതെല്ലാം കൂടിയായപ്പോൾ മേഘങ്ങൾ കറുത്തിരണ്ട് വന്ന് നമ്മങ്ങോട്ട് കുളിർക്ക മഴയങ്ങോട്ട് പെയ്തു അത്രേ. ദേശം മുഴുവനും കുതിർന്നതിന് ശേഷം ചെടികൾ അങ്ങോട്ട് കാത്തിരിക്കുകയാണ് ഭൂമി. ആ ദാഹങ്ങൾ തീർന്നപ്പോൾ എത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ പച്ചപ്പുതപ്പ് പുറത്തു വന്നത്. അത് വലുതായി കണ്ടിട്ടേ അദ്ദേഹം അവിടുന്ന് പോകുന്നുള്ളൂ. എന്താ ഇത്? ഭാരതത്തിൻ്റെ ചരിത്രമാണ്, പ്രകൃതിയുടെ സിദ്ധാന്തമാണ്, ലോകത്തിനെ നടത്തിക്കുന്ന വ്യവസ്ഥകളിൽപ്പെട്ടതാണ് ചർച്ച ചെയ്യണത്. പഴംപുരാണമല്ല അവിടെ പറയുന്നത്. ഇത് പഴയതും പുരാണവുമാണെന്നുള്ളത് ശരി. പുരാണം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളത്, പഴയത് ആ സത്യങ്ങളാണ് അന്ന് കണ്ടുപിടിച്ചത്. പർജന്യാദന്ന സംഭവ, മഴ കൊണ്ടാണ് അന്നവസ്തുക്കൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഈ മഴയോ യജ്ഞാദ്ഭവതി പർജന്യോ, മഴ ഉണ്ടാവുന്നതും ഇല്ലാതിരിക്കുന്നതും മനുഷ്യൻ്റെ യജ്ഞസംഭാവനയെ ആശ്രയിച്ചാണ് ഇരിക്കുക. ഈ മൃഗങ്ങൾ എത്ര പറഞ്ഞാലും അവനവൻ്റെ വയറ്റിന് മാത്രമേ കഴിക്കുള്ളൂ. അത് കൂടുതൽ ശേഖരിച്ചു വയ്ക്കണ ഏർപ്പാടില്ല. ശേഖരിച്ചു വയ്ക്കുന്നതാണ് തേനീച്ച. പുഷ്പങ്ങളും തേനും കിട്ടാത്ത കാലത്തേക്ക് പാവം വയ്ക്കണം. അത് മനുഷ്യൻ കട്ടുകൊണ്ടും വരും. സാധാരണ മൃഗപക്ഷികളിൽ ഒന്നും കാണില്ല. അവർക്ക് അന്നന്ന് ആവശ്യമുള്ളതിന് എരതേടി പോയാണ് അവർ കഴിയണത്. മനുഷ്യൻ മാത്രമാണ് ഈ ബാങ്കും നിക്ഷേപവും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടണം. അപ്പോൾ യജ്ഞാദ്ഭവതി പർജന്യോ,
മനുഷ്യന്റെ യജ്ഞഭാവത്തിൽ നിന്നാണ് മഴ ശരിക്ക് കാലാകാലത്ത് പെയ്യുന്നത്. യജ്ഞമോ യജ്ഞ കർമ്മസമുദ്ഭവ. ഈ യജ്ഞം എന്ന് പറയുന്നത് എന്താ? മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ പൊതു നന്മയ്ക്ക് വേണ്ടി സംജാതമാകുന്ന, രൂപപ്പെടുന്ന ആ മനോഭാവം, അതനുസരിച്ചുള്ള ത്യാഗം, ഇതാണ് യജ്ഞം. ഞാൻ പറയണത് പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഈ യജ്ഞം എന്ന്? കർമ്മസമുദ്ഭവ. ഈ യജ്ഞം എന്ന് പറയുന്ന 2 അക്ഷരമുണ്ടല്ലോ, ആ 2 അക്ഷരത്തിന് വലിയ അർത്ഥമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്നതായ കർമ്മങ്ങൾ ഓരോന്നിൽ നിന്നും ഉടലെടുക്കുന്നതായ ഒരു വിശേഷപ്പെട്ട നിസ്വാർത്ഥതയാണ് ഈ യജ്ഞം. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥമായി കുടിച്ചുവോ നിസ്വാർത്ഥമായോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. നിസ്വാർത്ഥമായാൽ അത് യജ്ഞമായി, സ്വാർത്ഥമായാൽ അത് യജ്ഞമല്ല. സംഘമുണ്ടെങ്കിൽ അയജ്ഞം, സംഘമില്ലെങ്കിലോ യജ്ഞം. അപ്പൊ യജ്ഞ കർമ്മസമുദ്ഭവ. മനുഷ്യന്റെ കർമ്മത്തിൽ നിന്നാണ് ഈ യജ്ഞം എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ടല്ലോ അത് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? അന്നാദ്ഭവന്തി ഭൂതാനി. അന്നത്തിൽ നിന്നാണ് സർവഭൂതങ്ങളും ഉടലെടുക്കുന്നത്. പർജന്യാത് അന്നസംഭവ. അന്നം ഉണ്ടാവണമെങ്കിൽ കാലാകാലത്ത് മഴ പെയ്യണം. മഴയില്ലെങ്കിൽ വനങ്ങൾ ഉണ്ടാവില്ല, വനങ്ങളില്ലെങ്കിൽ മഴയും ഉണ്ടാവില്ല. പർജന്യാദന്ന സംഭവ. അപ്പൊ അന്നം, ഭൂതം, പർജന്യം 3 എണ്ണമായി. യജ്ഞാദ്ഭവതി പർജന്യോ. ഈ പർജന്യം, മഴ ഉണ്ടാവണമെങ്കിലോ മനുഷ്യനിൽ നിന്ന് യജ്ഞം ഉണ്ടാവണം. അത് കൂടുതൽ കൂടുതൽ സേവിങ്സ് ബാങ്ക് പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആരെവിടെ എന്ത് ചെയ്യുന്ന കർമ്മത്തിലും യജ്ഞമുണ്ടെങ്കിൽ അതിൻ്റെ ആകത്തുക എത്രയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 123 കോടി ജനങ്ങളാണ് നമുക്ക്. ഈ 123 കോടി ജനങ്ങളും നിസ്വാർത്ഥമായി ജീവിക്കുന്ന പക്ഷം ഈ ഭാരതത്തിൽ ഉണ്ടാവുന്ന യജ്ഞത്തിൻ്റെ ആകത്തുക എത്രയാവുന്നൊന്ന് അളന്ന് പെരുക്കി, കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ, എന്നോടൊന്ന് പറയും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ ഞാൻ ഈ പറയുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്ത്? ഒന്ന് ചിന്തിക്കൂ. പടക്കളത്തിൽ വെച്ചിട്ടാണ് സംവാദം നടക്കുന്നത്. പക്ഷെ അത് പടക്കളത്തിലേക്ക് മാത്രമുള്ളതല്ല, പടയെ സംബന്ധിച്ച് മാത്രമല്ല. മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ എങ്ങനെ ജീവിക്കണം, അവനെ ധന്യനാക്കുന്നത്, സമ്പന്നനാക്കുന്നത്, സമാജാംഗമാക്കുന്നത്, ലോകത്തിന് സംഭാവന ചെയ്യുന്ന വലിയ ഒരു സംഭാവനക്കാരനാക്കുന്നത് ആരെ എന്തെന്നുള്ള ചോദ്യത്തിന് യജ്ഞം എന്ന് പറയുന്ന 2 അക്ഷരാണ്. അത് താങ്കൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കരുത് പൂജാമുറിയുടെ മുമ്പിൽ ചെന്ന് 4 പുഷ്പങ്ങൾ എടുത്തിട്ടു അതാണ് യജ്ഞം എന്ന്. അല്ല അല്ല അല്ല. 1 കോടി തവണ പറയണു അല്ല എന്ന്. നിങ്ങൾ കാലത്ത് എണീറ്റ് വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവൃത്തികളിൽ ഓരോന്നിലും യജ്ഞ മനസ്ഥിതി വേണം. ഇത് ജഗദീശ്വരന്റെ ലോകമാണ്, പ്രകൃതിയുടെ സൃഷ്ടിവിശേഷമാണ്. ആ പ്രകൃതി രൂപപ്പെടുത്തിയതാണ് എൻ്റെ മനുഷ്യൻ, ഈ മനുഷ്യസത്വം. ആ മനുഷ്യസത്വത്തിലുള്ള എല്ലാം തന്നെ പ്രകൃതി പരിണമിപ്പിച്ച് തന്നതാണ്. എൻ്റെ ശരീരം, അതിലുള്ള രക്തം, അതിലുള്ള ജലം, അതിലുള്ള വായു, അതിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, സർവ്വതും പ്രകൃതിയുടെ ഘടകങ്ങളാണ്. ആ പ്രകൃതി ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കി ആ പ്രകൃതിയോട് കടപ്പാടോടുകൂടി ഈ പ്രകൃതി ഭദ്രമായി സമ്പുഷ്ടമായി നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച് തൻ്റെ പ്രവൃത്തികൾ മുഴുവനും പ്രകൃതിക്ക് ഒരു സമർപ്പണമായി, സംഭാവനയായി, നിവേദ്യമായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ യജ്ഞമായി. ഇതാണ് നമുക്ക് ആവശ്യം. ഒരു നിലയ്ക്ക് ഇവിടെ ഭഗവാൻ പോലും വരുന്നില്ല. ഈ പറഞ്ഞതിൽ വല്ല ഭഗവാനും വരുന്നുണ്ടല്ലോ? ഇവിടെ ഒന്നും വരുന്നില്ലല്ലോ. യജ്ഞകർമ്മ സമുദ്ഭവ. ഈ കർമ്മം എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടായി? കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. നിർത്തുന്നില്ല കൃഷ്ണൻ. 4 ഘടകങ്ങൾ പറഞ്ഞ 5ാമത്തെ ഘടകത്തിലേക്ക് പോവാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ആരാ, എവിടെയാ? വേദങ്ങളിലാണ്. വേദം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം വിദ് എന്ന ധാതുവിൽ നിന്നുണ്ടായത് അറിവ്, ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം എന്നാണ് വേദത്തിന് അർത്ഥം. ആ വേദത്തിലാണ് കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യന് അർഹത എന്തുണ്ട്, സാധ്യത എന്തുണ്ട്, അതെങ്ങനെ വിനിയോഗിക്കണം, അതിൽ ലൗകിക കർമ്മമേത്, ദൈവിക കർമ്മമേത്, രണ്ടും കൂടി ഒന്നായിത്തീരുന്നത് എപ്പോൾ എന്ന് പറഞ്ഞ് ഉപനിഷത്തിലുള്ള സിദ്ധാന്തങ്ങൾ, പരമാത്മ സിദ്ധാന്തം വരെയുള്ള പ്രതിപാദനങ്ങൾ വേദങ്ങളിലുണ്ട്. ആ വേദങ്ങളെ തട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ സ്മൃതികളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം തന്നെ. അതിലാണ് ഇന്നത് പാപം, ഇന്നത് പുണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്.
അപ്പൊ ഈ കർമ്മം മുഴുവനും രൂപപ്പെട്ടത് ബ്രഹ്മോദ്ഭവം വിദ്ധി. ബ്രഹ്മം എന്നുള്ള വാക്കിനർത്ഥം ശബ്ദബ്രഹ്മം. ഈ ലോകത്തിലെല്ലാം കൂടി ഒരു മൂലപ്പൊരുൾ ഉണ്ടല്ലോ. ആ മൂലപ്പൊരുൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ശ്വാസം എങ്ങനെ പുറത്തേക്ക് വരണോ, വരണില്ലേ, അതേമാതിരി അത് ശ്വസിച്ചുണ്ടാക്കിയതാണ് നമ്മുടെ വേദങ്ങൾ എന്ന് വേണമെങ്കിൽ ഉപമാരൂപത്തിൽ പറയാം. അപ്പൊ വേദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് കർമ്മം. വേദങ്ങളോ ബ്രഹ്മാക്ഷര സമുദ്ഭവം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഈ വേദങ്ങൾ തന്നെ രൂപപ്പെട്ടത് എവിടുന്ന? ബ്രഹ്മാക്ഷര സമുദ്ഭവം. അക്ഷരം, ക്ഷരമില്ലാത്തത്. ഈ വേദങ്ങളും ഒരു കാലത്ത് പുറപ്പെട്ടതാണല്ലോ. വേദങ്ങൾക്ക് മുമ്പുള്ള കാലം ഒന്നുണ്ടായിരുന്നു. അന്ന് ഒന്നുമില്ല, അറിവില്ല, അനുഭവമില്ല, ആളില്ല, ഒന്നുമില്ല. വേദങ്ങൾ ഉണ്ടായത് എപ്പോഴാ? മനുഷ്യമുഖത്തിൽ നിന്ന്. അപ്പൊ മനുഷ്യനുണ്ടായി, വിചിന്തനം ചെയ്ത് ഉപരിശക്തികളെ കുറിച്ച് ആലോചിച്ച് ആ ആലോചനയിൽ ഒരു തീരുമാനമില്ലാതെ കുറെ കഴിഞ്ഞ് അന്തർമുഖരായി. ആ അന്തർമുഖത്വത്തിൽ നിന്ന് മനസ്സിലായി എല്ലാം പുറപ്പെടുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ നിന്നാണ്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ ഞാൻ ഈ പറയണത്? ആദ്യം ഈ ലോകത്തെയാ നോക്കിയത്. ലോകം മുഴുവനും നോക്കിയപ്പോൾ ലോകമാണ് മേലെ, ഞാനോ നിസ്സാരൻ. ശരി തന്നെ, നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാണ്ടത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ശരീരം നിസ്സാരം സമ്മതിച്ചു. പക്ഷേ ഈ ബ്രഹ്മാണ്ടം ഉണ്ടെന്ന് പറയിപ്പിക്കുന്നത് ആരാ? കാണുന്നതും അനുഭവിക്കുന്നതും ആരാ? ശരീരത്തിന്റെ ഉള്ളിലുള്ള മനസ്സാ. ഈ ബ്രഹ്മാണ്ടം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് ആരാ പറയുക? ഒന്ന് പറയൂ. ഇത് പറയാൻ ഒരു മനുഷ്യ ജീവി ജന്തു വേണം അവിടെ. ആ മനുഷ്യന്റെ കണ്ണ് ശാരീരികമാണ്, അത് ദ്രവ്യമാണതില്. കണ്ണ് കാണാൻ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. കാഴ്ച സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ ഉണർവ് രൂപത്തിലുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ് പ്രകൃതിയുടെ 3 ഘടകങ്ങൾ, ഉൾഘടകങ്ങൾ. പഞ്ചഭൂതങ്ങൾ പുറത്തും ഈ 3 അകത്തും. 5 ഭൂതങ്ങളാണ് എല്ലാവർക്കും കാണാം സ്ഥൂലം. സൂക്ഷ്മമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇങ്ങനെ 8 കൂടിയതാണ് സൃഷ്ടിവിശേഷം. അതിൽ ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ് ശരീരമുണ്ടെന്നറിയുന്നതും ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ മുഖേന ലോകവസ്തുക്കളെ ഗ്രഹിക്കുന്നതും ബ്രഹ്മാണ്ടം അനന്തമായി ഇതാ എൻ്റെ ചുറ്റുമുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രതീതിയാണ് നമുക്കുള്ളത്. ആ പ്രതീതി ഉള്ളിലാണ്. അപ്പൊ ഉള്ളാണ് പുറമേക്കുള്ളതിന് കാരണം എന്ന് പറഞ്ഞ് അകത്തുപോയി എന്ത് ശക്തിയാൽ നമ്മുടെ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, നാവ് രുചിക്കുന്നു, മനസ്സ് ചിന്തിക്കുന്നു, ബുദ്ധി അറിയുന്നു എന്നിങ്ങനെ ചോദിച്ച് ഉള്ളിലാണ് അവർ കണ്ടെത്തിയത്. ആ ഉള്ളിൽ കണ്ടെത്തി അക്ഷരം എന്നൊരു പൊരുളുണ്ട് അവിടെ. നമ്മുടെ ശരീരം വരെ ക്ഷരമാണ്, പഞ്ചഭൂതങ്ങളും ക്ഷരമാണ്, ബ്രഹ്മാണ്ടവും ക്ഷരമാണ്. അപ്പൊ ഈ ക്ഷരബ്രഹ്മാണ്ടം ഉണ്ടാവണമെങ്കിൽ ക്ഷരമല്ലാത്തൊരു മൂലപ്പൊരുൾ വേണം. അതിനെയാണ് അക്ഷരം എന്ന് പറയുന്നത്. മുണ്ടകോപനിഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, യത്തദ്രേശ്യമഗ്രാഹ്യമഗോത്രമവർണം അചക്ഷുശ്രോത്രം തദപാണിപാദം നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം തദവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഃ. വളരെ നല്ലൊരു വിവരണവും വ്യാഖ്യാനവുമാണ്. ബ്രഹ്മാക്ഷര സമുദ്ഭവം. അക്ഷരത്തിൽ നിന്നാണ് ഈ ബ്രഹ്മം, ഈ വേദങ്ങൾ വരെ ഉണ്ടായിരിക്കുന്നത്. വേദങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് പറയാനുള്ള ഒരു മനുഷ്യമുഖം വേണം. മനുഷ്യജീവി എവിടെയാണ് ഉണ്ടാവുക? ഭൂമിയിൽ, നമ്മൾ അറിയുന്നിടത്തോളം. ആ ഭൂമി വളരെ കാലത്തിന് ശേഷമാണ് പരിണമിച്ചുണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ ഉണ്ടായത് അക്ഷരം എന്നൊരു മൂലപ്പൊരുളുണ്ട്, അതിൽ നിന്നാണ്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പൊ ഈ യജ്ഞത്തിന്റെ ഉറവിടം എവിടുന്ന? കർമ്മത്തിൽ നിന്ന്. കർമ്മത്തിന്റെ ഉറവിടമോ ബ്രഹ്മത്തിൽ നിന്ന്. ബ്രഹ്മത്തിന്റെ ഉറവിടമോ അക്ഷരത്തിൽ നിന്ന്. അപ്പൊ ഈ കർമ്മം എവിടം വരെ നമ്മളെ ബന്ധിപ്പിക്കുന്നു? ഒരു ഭാഗത്ത് യജ്ഞമുണ്ടാക്കി, യജ്ഞത്തിൽ നിന്ന് മഴ, മഴയിൽ നിന്ന് അന്നം, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ, അങ്ങനെ. മറുഭാഗത്തോ ഈ കർമ്മത്തിന് അതിൻ്റെ ഉത്പത്തി അന്വേഷിച്ച് ചെന്നാൽ അക്ഷരം വരെ നീളുന്നതാണ് കർമ്മവും അതിൻ്റെ ബന്ധവും. അതുകൊണ്ട് എന്തു പറയുന്നു? തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. സർവഗതം ബ്രഹ്മ, എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന അക്ഷര ബ്രഹ്മമുണ്ടല്ലോ, അത് നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ യജ്ഞത്തിന് ബാഹ്യമായ ഭൗതികമായ ഫലമാണ് എന്ത്? മഴ,
അതിൽ നിന്ന് അന്നം, അതിൽ നിന്ന് ഭൂതങ്ങൾ. അതാണ് ഈ ഭൗതിക ബന്ധം. ഭൗതിക ബന്ധം ബാഹ്യമായിട്ടുള്ളത്, ഐന്ദ്രിയ തലത്തിലുള്ളത്. ഉള്ളുകൊണ്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ഉള്ളുകൊണ്ട് അത് അന്വേഷിച്ച് ചെന്നാൽ പരബ്രഹ്മം വരെ കൊണ്ടെത്തിക്കുന്നതാണ്. അങ്ങനെ ആ ബ്രഹ്മത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ഈ യജ്ഞം എന്നുള്ളതിനാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. സർവഗതമായ നിത്യ ബ്രഹ്മമുണ്ടല്ലോ, ആ ബ്രഹ്മപ്രാപ്തി ഉണ്ടാവണം. സ്ഥിതപ്രജ്ഞത, സ്ഥിതധി, ബ്രഹ്മസ്ഥിതി എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടേക്ക് എത്തണമെങ്കിലും ഈ യജ്ഞമാണ് അതിന് കാരണം. യജ്ഞമാണ് അതിന് കാരണം. അതിന് 2 തരത്തിലുള്ള ഫലമാണ്. ഒന്ന് ഭൗതിക ഫലം, സമ്പദ് സമൃദ്ധി. എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ സമ്പന്നമായി ധന്യമായി ജീവിക്കും. അത് ശരി, അതിനെല്ലാറ്റിനും വേണ്ടത്ര ഭക്ഷണവും ഉണ്ടാവും. അപ്പം നമ്മളിൽ നിന്ന് ലോകത്തിലേക്കുള്ള സംഭാവനയായി കഴിഞ്ഞു. ഇനി നമ്മളിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്കൊരു സംഭാവന വേണം, നമുക്കും സാഫല്യം വേണം. ആ സാഫല്യത്തിന് ബ്രഹ്മപ്രാപ്തിയും ബ്രഹ്മസ്ഥിതിയും ഉണ്ടാവണം. ആ ബ്രഹ്മസ്ഥിതി ഉണ്ടാവണമെങ്കിൽ അതിനും ഈ യജ്ഞം സഹായിക്കും. അപ്പൊ യജ്ഞത്തിന് വലിയ അർത്ഥമാണ്. ഈ യജ്ഞമോ അതിന് ആധാരം എന്താ? മനുഷ്യൻ എവിടെയും എങ്ങനെയും എപ്പോഴും ചെയ്യുന്ന കർമ്മം, പ്രവൃത്തി. പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചക്രമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായോ? ഈ ലോകത്തിൽ നിസ്വാർത്ഥത എന്തുകൊണ്ട് വേണം? അത് മനുഷ്യനൊരു ഐച്ഛികമാണോ ഈ നിസ്വാർത്ഥത? അതോ പ്രകൃതി നമ്മളിൽ നിന്ന് നിസ്വാർത്ഥത ആവശ്യപ്പെടുന്നുണ്ടോ? നമുക്ക് പ്രകൃതിയുടെ നിലനിൽപ്പ് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. നിങ്ങളുടെ വംശം നിങ്ങൾക്ക് നിലനിൽക്കണോ? അതുപോലെ സമാന്തരമായി ബാക്കിയുള്ളവരും അവരുടെ തലമുറയും നിലനിൽക്കണോ? ബാക്കിയുള്ള ജീവികളും ഈ ഭൂമിക്ക് അലങ്കാരമായി തുടരണോ? എല്ലാം തുടരണം എന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി നിങ്ങൾ ജീവിക്കണം. അതിൽ മനുഷ്യജീവിതത്തിൽ ബ്രഹ്മാവ് പ്രജാപതി മുതൽക്ക് പറഞ്ഞിട്ടുള്ളതാണ്, യജ്ഞത്തോടു കൂടിയാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ യജ്ഞം നിങ്ങളുടെ ജീവിതത്തിൽ സജീവമായ ഒരു അംഗമായി തീരണം. ആ യജ്ഞം കൊണ്ട് ഉണ്ടാവുന്നതോ ഭൗതികമായ അഭിവൃദ്ധി. എങ്ങനെയാണോ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ ഉത്പന്നങ്ങൾക്ക് വേണ്ടി, പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി, ഉത്പന്ന സമൃദ്ധിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, അതേമാതിരി നമ്മൾ യജ്ഞം സംഭാവന ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണം. പ്രവൃത്തി സ്വാർത്ഥമാകരുത്, നിസ്വാർത്ഥമാകണം. അതിൽ സംഘമുണ്ടാകരുത്, നിസ്സംഗത വേണം. അങ്ങനെ വന്നാൽ യജ്ഞം എന്ന് പറയുന്ന ആകത്തുക വർദ്ധിച്ചു വരും. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ മഴയുണ്ടാവും, അതുകൊണ്ട് അന്നവസ്തുക്കൾ ഉണ്ടാവും, ഭൂതങ്ങളെല്ലാം നിലനിൽക്കും, ഒരു കുഴപ്പവും വരില്ല. ഇനി ഉള്ളുകൊണ്ടോ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി വികസിച്ച് ബുദ്ധിക്ക് ആശയത്തെളിച്ചമുണ്ടായി യാതൊരു വിധത്തിലുള്ള കുറവും കറയുമില്ലാതെ നിങ്ങൾക്ക് ആ ആത്മസാഫല്യം, ഉൾപൂർണ്ണത അനുഭവപ്പെടും. ഇങ്ങനെ ഭൗതിക ലാഭവും ആധ്യാത്മികമായ സമ്പന്നതയും ഇത് രണ്ടുമാണല്ലോ മനുഷ്യജീവിതത്തിന് ആവശ്യം. രണ്ടും കിട്ടും. നമ്മുടെ രാഷ്ട്രീയക്കാർ, തെരഞ്ഞെടുത്തവർ, ഭരിക്കുന്നവർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഒരു യജ്ഞ മനസ്ഥിതി വന്നാലുണ്ടല്ലോ നമ്മുടെ ഭാരതത്തിന് പിടിച്ചാൽ കിട്ടില്ല, ലോകത്തിനെയും പിടിച്ചാൽ കിട്ടില്ല. ആ സ്വാർത്ഥത പോകാത്തത് കൊണ്ടാണ് നമുക്ക് വിഷമം. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന് പറയുണ്ടായി. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞതിന് മുണ്ടകോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാനൊരു വിവരണം നൽകി. ഗീതയിൽ തന്നെ 8-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്ന വാക്കുകൾ കേൾക്കൂ. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മ ഉച്യതേ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസംജ്ഞിത. എന്താ ഈ ശ്ലോകത്തിനർത്ഥം? അക്ഷരം ബ്രഹ്മപരമം. അക്ഷരം അക്ഷരം എന്ന് പറയുന്നത് പരമബ്രഹ്മമാണ്. അതിനെയാണ് അക്ഷരവാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, നശ്വരം. അനശ്വരമായ ഒരു വസ്തുവേ ഉള്ളൂ ഇവിടെ. എന്താണത്? പരബ്രഹ്മം. പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഉണർവ് രൂപമാണ്. ഈ ശ്ലോകം മുഴുവൻ ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ നിൽക്കണില്ല, അതവിടെ പോട്ടെ. ആ ബ്രഹ്മത്തിൽ നിന്ന് പുറപ്പെട്ട വിസർഗമാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മത്തിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് മൂലം. കർമ്മം കൊണ്ടാണ് നാമും ജനിച്ചത്. നമ്മൾ ഉള്ളിടത്തോളം കാലം നമുക്ക് കർമ്മം ചെയ്യണം, ഇല്ലാതെ നിവൃത്തിയില്ല. അപ്പൊ ഈ നാം ചെയ്യുന്ന കർമ്മത്തെ ആ ദിവ്യമായ യജ്ഞമാക്കി തീർക്കുമ്പോൾ നമുക്ക് എന്തു വരണു? നമ്മളൊരു വ്യക്തി എന്നുള്ള നില മാറി സമാജത്തിൻ്റെ അംഗമായി. ഒരു വ്യക്തി, ഒരു കുടുംബത്തിലെ അംഗം എങ്ങനെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമോ അതുപോലെ യജ്ഞസമ്പന്നത താൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉണ്ട് എന്ന് വന്നാൽ അതേ വ്യക്തി
ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക. അതിൽ തൻ്റെ കുടുംബവും വിടും. ഒരേ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി 2 തരത്തിലുള്ള മനോഭാവമാണ്. സ്വാർത്ഥത്തോടു കൂടി ചെയ്താൽ തനിക്കും തൻ്റെ കുടുംബങ്ങൾക്കും മാത്രമായി പരിണമിക്കും. നിസ്വാർത്ഥമായി ചെയ്യുന്നതോടുകൂടി തൻ്റെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ട് കിട്ടും. അതിന് പുറമെ ആ യജ്ഞം എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഭാവം തന്മൂലം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഭൗതികാഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു സംഭാവനയായി തീരുമത്. ഒപ്പമോ തനിക്ക് ആത്മലാഭവും കിട്ടും. അപ്പൊ ഭൗതികാഭിവൃദ്ധി, സമ്പന്നത, സമ്പദ് സമൃദ്ധി ലോകത്തിന്, തനിക്ക് ആത്മലാഭവും അതിൽ നിന്നുള്ള പൂർണ്ണതയും. ഈ രണ്ടും ഒരുപോലെ പ്രദാനം ചെയ്യുന്നതാണ് യജ്ഞം എന്നാ പറയുന്നത് കൃഷ്ണൻ. എന്താ രണ്ടെണ്ണം? ലോകത്തിനുള്ള സംഭാവന, നമുക്ക് അധ്യാത്മമായിട്ടുള്ള നേട്ടം. ഈ യജ്ഞമനസ്ഥിതി ഇല്ല എന്നിരിക്കട്ടെ, അപ്പൊ ഇത് രണ്ടും നന്നാവാൻ പോണില്ല. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തികളെ യജ്ഞമാക്കി നിസ്വാർത്ഥമായി നിസ്സംഗമായി ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അറിവില്ലായ്മ കൊണ്ട്, വിവരക്കേട് കൊണ്ട്, അവിവേകം കൊണ്ട്, മൂഢതയാൽ. ആ മൂഢത പോവാനാണ് ഈ മാതിരിയുള്ള സത്സംഗങ്ങളും സംപ്രേഷണങ്ങളും എല്ലാം. അർജുനൻ മുമ്പ് ചെയ്യാൻ പുറപ്പെട്ട യുദ്ധം തന്നെയാണ് പിന്നീടും ചെയ്യുന്നത്. ആ മുമ്പ് ചെയ്യാൻ പുറപ്പെട്ട യുദ്ധം പാപവും സങ്കടവും ഉണ്ടാക്കി. അർജുനൻ ആശയത്തെളിച്ചം ഉണ്ടാക്കി കൊടുത്ത യജ്ഞമനസ്ഥിതി കൃഷ്ണൻ പകർന്നു കൊടുത്തപ്പോ ആ മുമ്പ് താൻ പേടിച്ച് പിന്മാറിയ അതേ യുദ്ധം പിന്നീട് പേടിയില്ലാതെ നല്ല മനസ്ഥിതിയോടുകൂടി ചെയ്യാൻ സാധിച്ചു അർജുനൻ. ബാഹ്യരംഗം മാറിയിട്ടില്ല, ബാഹ്യപ്രവൃത്തി മാറിയിട്ടില്ല, അതിൻ്റെ ബാഹ്യഫലങ്ങളും മാറിയിട്ടില്ല. 45 ലക്ഷം പടയാളികളിൽ 10 കുറച്ച് ബാക്കി എല്ലാവരും അവിടെ കൊല്ലപ്പെട്ടു. അതിന് മാറ്റം വന്നിട്ടില്ല. എന്നാൽ ഇതൊക്കെ നടന്നിട്ടും അർജുനൻ അതിലൊരു ബന്ധനമോ ഒരു കറയോ അനുഭവപ്പെട്ടില്ല. യുധിഷ്ഠിരനാണ് യുദ്ധാനന്തരം മനസ്സ് വല്ലാതെ പരിതപിച്ച് വിഷമിച്ചത്. മുത്തശ്ശൻ്റെ അടുത്ത് പോയി ഉപദേശം തേടേണ്ടി വന്നു. അർജുനന് വേണ്ടി വന്നില്ല, ഭീമനും വേണ്ടി വന്നില്ല, നകുല സഹദേവന്മാർക്കും ഉണ്ടായില്ല, അർജുനന് പ്രത്യേകിച്ചും ഉണ്ടായില്ല. അപ്പോൾ ജ്ഞാനം ഉപദേശിച്ച് കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ സ്വാർത്ഥത പോവുള്ളൂ. സോപ്പൊന്നും മേടിച്ച് തേച്ചാൽ പോവില്ല, ചന്ദനം കുറി തൊട്ടാലും അത് പോവില്ല. സ്വാർത്ഥത പോണം എന്നുണ്ടെങ്കിൽ ആ സ്വാർത്ഥത ജനിപ്പിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിൽ പൂഴ്ന്നു ചെന്ന് അവിടുന്ന് ആ അഴുക്ക് കളയുന്നത് പോലെ അജ്ഞാനം കൊണ്ടും മോഹം കൊണ്ടും ജനിച്ചിട്ടുള്ള ആ ധാരണയുണ്ടല്ലോ, സംഘം, അതങ്ങോട്ട് എടുത്തു മാറ്റണം. ഈ യജ്ഞത്തോടു കൂടി ജീവിക്കുമ്പോൾ എന്താണ് ഒരു മനുഷ്യനുള്ള നേട്ടം? 4-ാമത്തെ അധ്യായത്തിൽ 31-ാം ശ്ലോകത്തിൽ പറയാണ്, യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരുസത്തമാ. ഓ, വലിയൊരു പ്രസ്താവനയാണ്. പ്രതിദിനം നിങ്ങൾ ഇങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പൊ താൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ നിവേദ്യമാവും. ആ നിവേദ്യം കഴിഞ്ഞതിന് ശേഷം നിവേദ്യം അനുഭവിക്കുന്നുണ്ടല്ലോ, അതേമാതിരിയുള്ള അനുഭവം. യജ്ഞശിഷ്ടാമൃതഭുജോ, യജ്ഞശിഷ്ടം അമൃതമായി തീരണൂന്ന്. വിഷമല്ലാതെ അമൃതാണ്. യജ്ഞമനസ്ഥിതി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന ഫലം, ഭൗതിക ഫലമുണ്ടല്ലോ, അത് വളരെ അമൃതന് തുല്യമാണ്. യാന്തി ബ്രഹ്മസനാതനം. അങ്ങനെ യജ്ഞശിഷ്ടാമൃത അനുഭവിക്കുന്നവരുണ്ടല്ലോ, സനാതന ബ്രഹ്മത്തെ അടയുന്നു, പ്രാപിക്കുന്നു. നായം ലോകോസ്തി അയജ്ഞസ്യ കുതോന്യ കുരുസത്തമ. എന്നെ അർജുന, ഈ ലോകം യജ്ഞം ചെയ്യാതെ ഇരിക്കുന്നവനല്ല. ഈ ലോകത്തിലെ ഒരു വിധത്തിലും സുഖമായി ജീവിക്കാൻ പറ്റില്ല യജ്ഞമനസ്ഥിതി ഇല്ല എന്ന് വന്നാൽ. കുതോന്യ കുരുസത്തമ. പിന്നെയാണോ സ്വർഗമോ ബാക്കിയുള്ള ലോകങ്ങളോ കിട്ടാൻ പോണത്? അപ്പൊ മനുഷ്യ ജീവിതത്തെ യജ്ഞമാക്കി ലോകത്തിനും എല്ലാവർക്കുമുള്ള ഒരു സംഭാവനയാക്കി തീർക്കുക എന്നാണ് ഈ ഭാഗത്ത് നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയണു, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഇതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ഒരു ചക്രമാണ് ഇവിടെ എന്ന് പറഞ്ഞല്ലോ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദ് അന്നസംഭവ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, ഏവം പ്രവർത്തിതം ചക്രം. ഇങ്ങനെ ഒരു ചക്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും അതാ.
ഈ ചക്രശബ്ദത്തിന് എന്താ അർത്ഥമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതെപ്പോൾ പാടിയതാ? 5152 കൊല്ലം മുൻപ് കൃഷ്ണൻ പടക്കളത്തിൽ വെച്ച് കൊടുത്ത ഉപദേശമാണത്, അർജുനന് മനസ്സമാധാനത്തിന് വേണ്ടി. അങ്ങനെ ഒരു യുദ്ധം നമ്മുടെ മുൻപിലില്ല, നമ്മൾ പടയാളികളുമല്ല. പക്ഷെ ആ പറഞ്ഞ സത്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രസക്തമാണ്. ഏവം ഇപ്രകാരം പ്രവർത്തിതം ചക്രം, ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശ്വചക്രമുണ്ടല്ലോ, പ്രകൃതി ചക്രം, അതിൽപ്പെട്ട ഓരോരോ ആണികളോ സ്ക്രൂവോ ഒക്കെയാണ് നമ്മൾ. നാനുവർത്തയതീഹയ, ആരാണോ ഇതിനെ അനുവർത്തിക്കാതെ ഇരിക്കുന്നത് ഈ ലോകത്തിൽ, അഘായുഹു, കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? അഘായുഹു, അയാളുടെ ജീവിതം പാപായുസ്സാണവൻ. അഘായുഹു ഇന്ദ്രിയാരാമ, അവൻ എങ്ങനെയാ? പക്ഷികളെയും മൃഗങ്ങളെയും പോലെ തിന്നാനും കാണാനും നുണയ്ക്കാനും മാത്രം ജീവിക്കുന്നവനാണവൻ. ഇന്ദ്രിയാരാമൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ദ്രിയങ്ങളിൽ ആരമണം കൊള്ളുന്നവൻ. കാണണം, കേൾക്കണം, തിന്നണം, ഇതേ ഉള്ളൂ മനസ്സിൽ, വേറെ ഒന്നുമില്ല. ഇന്ദ്രിയങ്ങൾക്ക് തിന്നാൻ മാത്രമുള്ളതാണോ മനുഷ്യ ശരീരം? നമുക്കൊരു മനസ്സില്ലേ? ആ മനസ്സിൻ്റെ സൗഭാഗ്യവും സാഫല്യവുമില്ലേ നമുക്ക്? മനസ്സിന് എത്ര അധികം ഭാവങ്ങളും ഭാവസൗന്ദര്യങ്ങളുമാണ്. നമ്മുടെ കഥകളിയിൽ എന്തൊക്കെ രസങ്ങളാണ് അവതരിപ്പിക്കാൻ അവർ നോക്കുന്നത്. 9 രസമാണ് മനസ്സിന്. ആ മനസ്സിനാണ് ആ രസം, ശരീരത്തിനോ ഇന്ദ്രിയങ്ങൾക്കോ അല്ല. മഹാഭാരതം എടുത്തു വായിക്കൂ. ഓരോ പർവ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഓരോ തരത്തിലുള്ള രസമാണ്. ആ രസങ്ങളൊക്കെ അനുഭവിക്കാനാണ് മനുഷ്യജന്മം, അല്ലാതെ ഇന്ദ്രിയങ്ങളിൽ രസിക്കാനുള്ളതല്ല. അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി, അയാളുടെ ജീവിതം മോഘം, വൃഥ. മനുഷ്യനായി ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൊമ്പുമില്ല, വാലുമില്ല, കുളമ്പുമില്ല. പക്ഷേ മൃഗത്തിനേക്കാൾ കശയാണ് ആ മനുഷ്യന്റെ ജീവിതം. എത്ര വലിയ ഒരു പ്രസ്താവനയാ, എത്ര കഠിനമായിട്ടാ കൃഷ്ണൻ ഈ വാക്ക് പറയണത്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഈ പറഞ്ഞതിന് ഞാൻ ചുരുക്കി ഒന്ന് മലയാളത്തിൽ പറയാം. യജ്ഞത്താൽ തന്നെ സിദ്ധിപ്പൂ ബ്രഹ്മപ്രാപ്തിയതും വൃഷം, കർമ്മയജ്ഞം ഇവയ്ക്കുള്ള സ്ഥാനം ലോകത്തു നിത്യമാം. യജ്ഞത്താൽ തന്നെ സിദ്ധിപ്പൂ ബ്രഹ്മപ്രാപ്തിയതും വൃഷം. ആദ്യം പറഞ്ഞു, എന്തു പറഞ്ഞു? നിസ്സംഗം ചെയ്യുമേതെങ്ങും യജ്ഞമായി തീർന്നു ലോകത്തിൽ, വൃഷ്ടി അന്നസമൃദ്ധിക്കായി ഉതകുന്നുണ്ട് സർവഥ. നമ്മുടെ യജ്ഞം വൃഷ്ടി എന്ന് വെച്ചാൽ മഴ, അതിൽ നിന്ന് അന്നസമൃദ്ധി, ഇതെല്ലാം ഉണ്ടാവും. ഇതാണ് ഭൗതിക നേട്ടം. ഈ ഭൗതിക നേട്ടത്തോടൊപ്പം അധ്യാത്മമായിട്ടുള്ള ലാഭം എന്താ? യജ്ഞത്താൽ തന്നെ സിദ്ധിപ്പൂ ബ്രഹ്മപ്രാപ്തിയതും വൃഷം. അതുകൊണ്ട് നമുക്ക് ബ്രഹ്മപ്രാപ്തി ഉണ്ടാവും. അതാണ് നമുക്ക് അവസാനം കിട്ടാനുള്ള നേട്ടം. ആ നേട്ടത്തോടു കൂടി വേണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാൻ. ഇവിടെ കല്യാണം കഴിച്ചത് കൊണ്ടോ, സ്വത്ത് സമ്പാദിച്ചത് കൊണ്ടോ, കുട്ടികൾ ഉണ്ടായത് കൊണ്ടോ, അവരെ വിവാഹം കഴിച്ച് സ്ഥാപിച്ചത് കൊണ്ടോ വിട പറയാൻ പോകുന്ന നമുക്ക് സാഫല്യമുണ്ടാവില്ല. ആ സാഫല്യം വരണമെങ്കിൽ നമ്മൾക്ക് സ്ഥിതപ്രജ്ഞതയും സ്ഥിതധീത്വവും ബ്രഹ്മസ്ഥിതിയും വേണം. ആ ബ്രഹ്മസ്ഥിതി അണയ്ക്കുന്നതാണ് നമ്മുടെ ഈ നിസ്സംഗതയും നിസ്വാർത്ഥതയും, അതുകൊണ്ടുണ്ടാവുന്ന യജ്ഞവും. കർമ്മം യജ്ഞം ഇവയ്ക്കുള്ള സ്ഥാനം ലോകത്തു നിത്യമാം. ഇവിടെ കർമ്മത്തിന് എങ്ങനെ സ്ഥാനമുണ്ടോ അതുപോലെ യജ്ഞത്തിനും സ്ഥാനമുണ്ട്. ഈ 2 സ്ഥാനങ്ങളും നിത്യമാണ്. 18-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയാണ്, യജ്ഞദാന തപഃകർമ്മ നത്യാജ്യം കാര്യമേവ തത്. യജ്ഞം, ദാനം, തപസ് എന്ന് പറയണ 3 എണ്ണമാണ്. അതൊരിക്കലും വിട്ടുകളയരുത് എന്ന്. അതിൽ യജ്ഞത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. കർമ്മത്തെ യജ്ഞമാക്കിയിട്ടങ് എങ്ങും തുടർന്നിടേ. കർമ്മത്തെ യജ്ഞമാക്കി എങ്ങും തുടർന്നിടേ. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവനും യജ്ഞമാക്കി എല്ലാ ദിക്കിലും എല്ലാവരും എപ്പോഴും തുടരുന്ന പക്ഷം ഭൗതികാധ്യാത്മ സമൃദ്ധി തുണയ്ക്കുന്നു ജനങ്ങളെ. ഈ യജ്ഞത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ ഭൗതികവും അധ്യാത്മവുമായിരിക്കുന്ന സമൃദ്ധി നമുക്കുണ്ടാവും. പ്രകൃതി നമ്മളെ തുണയ്ക്കും. ഇനി കൃഷ്ണൻ ഒരു വാക്ക് ഇവിടെ പറയുന്നുണ്ടല്ലോ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓരോന്നോരോന്നായി പറഞ്ഞുല്ലോ. ഏവം പ്രവർത്തിതം ചക്രം, ഏവം പ്രവർത്തിതം ചക്രം. ഒരു ചക്രം വേണമെങ്കിൽ അതിനെന്ത് വേണം? അഴികൾ വേണം.
ആ അഴികളെ പിടിപ്പിക്കാനായിട്ടൊരു ഹബ്ബ്, ഒരു അച്ചുതണ്ട് വേണം അവിടെ. ആ അഴികളുടെ തുമ്പിൽ ഓടുന്നതായ നേമി വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ചക്രമാവും. ആ ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തന്നെ ഒരു ചക്രമാണ്. ഏവം പ്രവർത്തിതം ചക്രം. ആ ചക്രത്തിൻ്റെ 5 സെഗ്മെന്റിനെയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് 5 സെഗ്മെന്റ്? നിങ്ങൾ എവിടുന്ന് വേണമെങ്കിൽ തുടങ്ങിക്കോളൂ. ശ്രീകൃഷ്ണൻ തുടങ്ങിയത് എവിടെയാ? അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അന്നത്തിൽ നിന്ന് തുടങ്ങണോ അതോ മനുഷ്യന്റെ കർമ്മത്തിൽ നിന്ന് തുടങ്ങണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ എവിടുന്ന് തുടങ്ങിയാലും ഈ 5 എണ്ണം ചക്രമായിട്ടാണ് തിരിയുന്നത്. ഈ വിശ്വകോശം, അതിർത്തിയില്ലാത്ത വിശ്വകോശമുണ്ടല്ലോ, ആ വിശ്വകോശമാണ് അക്ഷരം. അതിന് മാത്രമേ നാശമില്ലായ്മയുള്ളൂ. ആ വിശ്വത്തിൽ ഉണ്ടായിട്ടുള്ള ഗോളങ്ങളെല്ലാം, അതിൽപ്പെട്ട ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെ കാലാന്തരത്തിൽ നശിക്കുന്നതാണ്. നശിപ്പില്ലാത്ത ഒന്നാണ് ഈ അക്ഷരം. ആ അക്ഷരം എന്ന് പറയുന്ന ആ വിശാല കോശമുണ്ടല്ലോ, അതിൽ നിന്നുണ്ടായതാണ് നമ്മുടെ വേദം, ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം പിന്നെ എന്തായി തീർന്നു? കർമ്മമായി. അപ്പോൾ ആദ്യം അനന്തമായൊരു വൃത്തം. ആ വൃത്തത്തില് വേദങ്ങൾ എന്ന് പറഞ്ഞ് മനുഷ്യനെ അറിയിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് ഒരു വാണി. ആ അക്ഷരം ശ്വസിച്ചുണ്ടായതുപോലെ എന്ന് കണക്കാക്കണം. നമ്മുടെ ഉൾശ്വാസത്തിൽ നിന്നാണല്ലോ ശബ്ദമുണ്ടാവുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു ശബ്ദം, ഒരു പ്രാണപ്രസരണം ഉണ്ടായി. അതിൽ നിന്നുണ്ടായ ശബ്ദമാണ് വേദങ്ങൾ. ആ വേദങ്ങളിൽ വിധിച്ചിട്ടുള്ളതാണ് ലൗകികവും ഭൗതികവും ദിവ്യവുമായിട്ടുള്ള കർമ്മങ്ങൾ, ദൈവികവുമായിട്ടുള്ള കർമ്മങ്ങൾ. ആ കർമ്മമാണ് ഇതിൻ്റെ തുടക്കം. ആ കർമ്മം 1. ആ കർമ്മത്തിൽ നിന്ന് എന്തുണ്ടാവണു? യജ്ഞം 2. യജ്ഞത്തിൽ നിന്ന് 3ാമത് പർജന്യം, മഴ. മഴയിൽ നിന്ന് അന്നസമൃദ്ധി, അന്നം. അന്നങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ. ഭൂതങ്ങളിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാവണു അന്നം വഴിക്ക്. പിന്നെ അവർ കർമ്മം ചെയ്യണു, കർമ്മം യജ്ഞമായി തീരണു, മഴ പെയ്യണു, അന്നം ഉണ്ടാവണു, പിന്നെയും ഭൂതങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ 1, 2, 3, 4, 5 കർമ്മം, യജ്ഞം, പർജന്യം, അന്നം, ഭൂതങ്ങൾ. ഈ 5 എണ്ണവും ഇങ്ങനെ ഒരു സെഗ്മെന്റ് ആയിട്ടൊരു സർക്കിളിന്റെ സെഗ്മെന്റ്സ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നിൽ നിന്ന് വേറെ ഒന്ന്, ഒന്നിൽ നിന്ന് വേറെ ഒന്ന്, ഒന്നിൽ നിന്ന് വേറെ ഒന്ന്, അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ തിരിയുന്നത് ഒരു ചാക്രികതയാണ്. ആ ചക്രത്തിന്റെ ഗതിയെ, ചാക്രികതയെ നാം അനുസരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെ മുഴുവനും യജ്ഞമാക്കി തീർക്കണം നമ്മൾ. അപ്പോഴേ ഭൗതികാഭിവൃദ്ധി ഉണ്ടാവൂ, അധ്യാത്മസമ്പന്നതയും സാഫല്യവും ഉണ്ടാവുള്ളൂ എന്ന്. എത്ര വിശേഷപ്പെട്ട പ്രസ്താവനയാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഏവം പ്രവർത്തിതം ചക്രം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, FRNU ഉണ്ടാക്കിയപ്പോൾ അതിൽ ഈ നാഷണൽ ഫ്ലാഗിനെ പറ്റി ഞാൻ പറയുണ്ടായി. എന്താ പറയാൻ കാരണം? ഇപ്പോഴും എന്താ പറയണത്? നമ്മുടെ ദേശീയ പതാകയിൽ ഒരു ചക്രമുണ്ട് ഉള്ളിൽ. എന്താ ആ ചക്രം? ആർക്കെങ്കിലും അറിയാമോ? പൗരന്മാർ അനവധിയുണ്ട്. നാഷണൽ ഫ്ലാഗിനെ പറ്റി പൂർണ്ണമായ ഒരു ഡിസ്ക്രിപ്ഷൻ സർക്കാർ പോലും തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവർ തെരഞ്ഞെടുത്തു നല്ല ബുദ്ധിമാന്മാർ, എന്തോ അബദ്ധത്തിലും ചിലതൊക്കെ വരാമല്ലോ, അവരാലോചിച്ചു. അശോക ചക്രം എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അശോകന് ഈ ചക്രം എവിടുന്ന് കിട്ടി? എന്താ ഈ ചക്രമായത്? സ്വസ്തിപത്മം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, പലതും ഉണ്ട്, പെൻറ്റഗൺ ഉണ്ട്. എന്താ ഈ ചക്രം? ലോകം ചക്രമാണ്. അശോകൻ ഉണ്ടായത് എത്രയാ നിങ്ങൾക്കറിയാം? കുറേ കൊല്ലങ്ങൾ മുൻപ്. നമ്മൾ ഈ ചക്രം, ചാക്രികത എന്ന് പറയുന്നത് പുരാതനം വേദകാലം മുതൽക്ക് നമുക്ക് കാണാം. ആ ചക്രം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ലോകചക്രത്തെയാ സൂചിപ്പിക്കുന്നത്. ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമ്മൾ മാത്രം പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് ഒരു വിലക്ഷണതയാവും, വൈരുദ്ധ്യമാവും. മനുഷ്യൻ സദാ പ്രവൃത്തി നിരതനായിരിക്കണം. ആവശ്യത്തിന് ഉറങ്ങണം, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം, ബാക്കിയുള്ള സമയം മുഴുവൻ പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കാതെ ഇരിക്കാൻ ഒരവകാശവും ഇവിടെ ഇല്ല. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈ. ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രകൃതി 3 ഗുണങ്ങളുടെ സംഘാതമാണ്. അതിൽ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ
ചെറിയ ചെറിയ കൊച്ചു ജന്തുക്കളിലുമുണ്ട്, ബൃഹത്തായ ലോകത്തിലുമുണ്ട്. ആ ഗുണങ്ങളുടെ സ്വാധീനത്തിന് വിധേയമായി ഇവിടെ പ്രവർത്തിച്ചേ തീരൂ, പ്രവർത്തിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ആ പ്രവൃത്തിയെ യജ്ഞമാക്കി തീർക്കണം. അപ്പോൾ ഇതൊരു ചാക്രികതയാണ്, ലോകം മുഴുവനും ചക്രമാണ്. അതിൽ 3 നിറമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നെന്താ? ഈ കാവി ഓക്കർ റോബ് എന്ന് പറയും. ഇതാ നമ്മുടെ കനകാംബര പൂവിൻ്റെ ഒരു നിറം. ഞങ്ങളൊക്കെ ഉടുക്കുന്ന വസ്ത്രം അതിനെ സൂചിപ്പിക്കുന്നതാണ്. അതെന്താ ഇതിൻ്റെ നിറം എന്ന് ചോദിച്ചാൽ അഗ്നിയുടെ നിറമാണത്. സാധാരണ അഗ്നി ചുവന്നതാണല്ലോ, വെളുത്ത അഗ്നി അങ്ങനെ കാണാറില്ല, നീലയും അങ്ങനെ കാണാറില്ല. അഗ്നിയിൽ നിന്ന് നമ്മൾ കത്തിക്കുന്നത് മുഴുവനും ചുവപ്പാണ്. ഇടിമിന്നലുണ്ടെങ്കിലും അത് ചുവപ്പാണ്. ആ ചുവപ്പ് എന്നുള്ള അഗ്നിക്ക് എന്താ വിശേഷം? എന്തിലും പ്രവേശിച്ച് എന്തിനേയും അത് ദഹിപ്പിക്കും, ചുടിപ്പിക്കും. ഇന്ന സാധനത്തിലേ ഞാൻ പ്രവേശിക്കുള്ളൂ എന്ന് പറയാനില്ല. വിറകാണെങ്കിൽ കത്തിച്ച് അങ്ങോട്ട് കത്തി ജ്വലിക്കും. ഒരു ഇരുമ്പിലാണ് ചുട്ടതെന്നുണ്ടെങ്കിലോ, ഇപ്പം മണ്ണിനിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ട് വറുത്താലോ ആ മണ്ണും ചൂടാവും, അത് കരിയും. അപ്പൊ എന്തിനും അവൈലബിളായി എന്തും ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള സാക്രിഫൈസ്, ത്യാഗബുദ്ധി നമുക്ക് വേണമെന്ന്. എന്ത് ത്യജിക്കേണ്ടി വന്നാലും ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇന്നത് വയ്യ, ഇന്നതേ ചെയ്യൂ എന്നുള്ള ബോധം ഉണ്ടാവരുത്. എന്ത് പദം എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. ത്യാഗബുദ്ധി, അതാണ് നമ്മൾ ശ്രീരാമചന്ദ്രനിൽ കാണുന്നത്, ത്യാഗബുദ്ധി. ഇവിടെ ഇപ്പം അർജുനിൽ കാണുന്നത് എന്താ? അർജുനന് ഭീഷ്മനെയും ദ്രോണരെയും ബാക്കിയുള്ളവരെയും ചൊല്ലിയിട്ടുള്ള മമതയുണ്ടല്ലോ, ആ മമതയാണ് ഇവിടെ അർജുനൻ ത്യജിക്കുന്നത്. അതിനാണ് പാവം കഷ്ടപ്പെട്ടത്. കൃഷ്ണന് ചെറുപ്പത്തിൽ തന്നെ അമ്മാമനെ കൊല്ലേണ്ടി വന്നു. ആരാണത് ഇഷ്ടപ്പെടുക? പക്ഷേ ഒരു ദൗത്യം നിർവഹിക്കേണ്ടി വന്നപ്പോൾ ആ ഉൾവസ്തുക്കളെയും ത്യജിക്കണം. ഞാനിപ്പോൾ വിചാരസേതുവിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? ചൂടാല ശിഖിധ്വജ ഉപാഖ്യാനം. അത് ഈ വരാൻ പോകുന്ന ഈ 1-ാം തീയതി പബ്ലിഷ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ചൂടാല പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? കുംഭൻ എന്ന് പറഞ്ഞ് വേഷം മാറി വന്ന് ശിഖിധ്വജന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അഭിനയിക്കുകയാണ് ത്യജിച്ചു എന്ന് പറഞ്ഞത്. പണ്ട് കാലത്ത് ചൂടാല നിങ്ങളോട് പറഞ്ഞു, ആ പറഞ്ഞത് അവഗണിച്ചു, ധിക്കരിച്ചു. എന്നിട്ട് ഞാൻ ത്യജിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഓടിപ്പോന്നു. എന്താ നിങ്ങൾ ത്യജിച്ചിരിക്കണത്? എന്താ നിങ്ങൾ ത്യജിച്ചത്? ഞാൻ സർവ്വതും ത്യജിച്ചുല്ലോ. രാജപട്ടം ത്യജിച്ചു, സിംഹാസനം ത്യജിച്ചു, എൻ്റെ രാജ്യം ത്യജിച്ചു, എല്ലാം ത്യജിച്ചുല്ലോ. കാട്ടിക്കൂട്ടലാണിത്, ആയില്ല. എന്നാ ഞാനിവിടെ താമസിക്കുന്നതാണോ തകരാറ്? എല്ലാം ത്യജിക്കണു. ഈ കാട് വേണ്ട, എനിക്ക് കുടീരം വേണ്ട, എല്ലാം ഞാൻ വിട്ടു. എൻ്റെ ആസനം വിട്ടു, കമണ്ടൽ വിട്ടു, ദണ്ഡു വിട്ടു. പോരാ, ഇത് അഭിനയമാണ്, ത്യാഗമായില്ല. എന്നാ പിന്നെ എന്താ ഈ ത്യാഗം ബാക്കിയുള്ളത്? ഞാൻ ഇരിക്കുന്ന സ്ഥലമോ ഉപയോഗിക്കുന്ന വസ്തുക്കളോ എല്ലാം പറക്കി കൂട്ടി കൊണ്ടുവന്ന് തീയിട്ട് അങ്ങോട്ട് കത്തിച്ചു. അതുവരെ എഴുതി നിർത്തിയിരിക്കുക. അതും പോരാന്നാ പറയണേ കുംഭൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ത്യാഗം ഐന്ദ്രിയ തലത്തിൽ നിന്ന് തുടങ്ങും. എന്നിട്ടോ ഐന്ദ്രിയ തലത്തിൽ നിന്ന് വീട് വിട്ടു, ആശ്രമത്തിലേക്ക് വന്നു. അത് വീട് വിടുന്ന ത്യാഗമേ ആയുള്ളൂ. ആശ്രമത്തിൽ വന്നിട്ട് വീട് പോലെ പെരുമാറുകയാണെങ്കിലോ ത്യാഗമായില്ല. അപ്പൊ പിന്നെ ത്യാഗം എവിടെയാ? ഐന്ദ്രിയ തലം. അത് വിട്ട് വായ കൊണ്ട് പൊട്ടവാക്കുകളോ ശാപവാക്കുകളോ പറയാതെ ഒരിക്കലും ഒരു അപശബ്ദമോ ഒരു പാപവൃത്തിയോ വരാതെ നോക്കണതാണ് അവിടുത്തെ ത്യാഗം. അവസാനം മൗനം ദീക്ഷിച്ച അത്രയും നന്നായി. പിന്നെയോ പോരാ, ഉള്ളിൽ കിടക്കണം. മനസ്സിൽ അപവിത്രമോ അമംഗളമോ ആയി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വിടണം. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, രണ്ടാമതില്ല. ഞാൻ എന്ന് പറയുമ്പോൾ അതുപോലും മഹാപാപമാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നീയുണ്ട്, അവനുണ്ട്, അവളുണ്ട്. കാര്യങ്ങളെ വിഭജിപ്പിക്കാൻ വേണ്ടി ഞാൻ, നീ, അവൻ എന്ന് പറഞ്ഞാൽ അതും മഹാപാപമായി. അപ്പൊ പിന്നെ എന്താണ് ഈ ത്യാഗം? മനസ്സിനെയും അഹങ്കാരത്തെയും വിട്ട് നിരഹങ്കാരിയായി ജീവിക്കാൻ. അതാണ് ശരിയായ ത്യാഗം. ഈ ത്യാഗം മനസ്സിലാണ്, ബുദ്ധിയിലാണ്. ഇത് പുറത്തുള്ളതല്ല. അത് പറഞ്ഞു കൊടുക്കാൻ പോവുക ആയിട്ടില്ല. ഇത്തവണ ഞാൻ അതുവരെ എഴുതി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഫയർ ലൈക്ക് സാക്രിഫൈസ് ആണ് ആ കളറിനർത്ഥം. കനകാംബര കളറുണ്ടല്ലോ നമ്മുടെ ദേശീയ പതാകയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ള നിറമാണ്. എന്താ ഈ വെള്ള നിറം? നമ്മുടെ മനസ്സ് ശുദ്ധ നിർമ്മലമാവണം. ഏത് സ്ഥാനം അലങ്കരിക്കുമ്പോഴും ആ സ്ഥാനത്തെ ദുഷിപ്പിക്കരുത്. ഞാൻ സർക്കാർ ഭൃത്യനാണ്, പ്രധാനമന്ത്രിയാണ്, വകുപ്പ് മന്ത്രിയാണ്. ഈ മന്ത്രിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ജനങ്ങൾ തന്ന അധികാരത്തിൻ്റെ മുകളിലാണ്, അഭിലാഷത്തിൻ്റെ മുകളിലാണ്. അവരുടെ സ്നേഹ ദൗത്യമാണ് എൻ്റെ കയ്യിലുള്ളത്.
എപ്പോഴും പറയുന്നില്ലല്ലോ പാർലമെന്റിൽ മാൻഡേറ്റ്. ആരുടെ മാൻഡേറ്റ്? ജനങ്ങളുടെ മാൻഡേറ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടി വേണം അവിടെ ഭരിക്കാൻ. ജനദ്രോഹമോ ജനവഞ്ചനാപരമോ ആയിട്ട് ഒന്നും ഉണ്ടാവരുത് അവിടെ. അപ്പൊ എന്തെങ്കിലും മനസ്സിൽ വന്നാൽ അതിനെ ഉപേക്ഷിച്ച് പ്രജാക്ഷേമം എന്നുള്ള വിചാരം കൊണ്ട് സ്വയം തിരുത്തുന്നതാണ് അവിടെ ശുദ്ധ നിർമ്മല മനസ്ഥിതി. അപ്പൊ ശുദ്ധ വെള്ള എന്ന് പറഞ്ഞാൽ ഒരു നിറവും ഇല്ല, എല്ലാ നിറങ്ങളും പ്രതിബിംബിച്ച് പൂർണ്ണമായി നമുക്ക് കാട്ടിത്തരുന്നതാണ് വെളുത്ത നിറം. അപ്പൊ ആ ശുദ്ധ നിർമ്മലമാകണം വെളുപ്പ് നിറം പോലെ. പിന്നെ പച്ചയോ? പച്ചയുടെ ഉദ്ദേശം എന്താ? ഈ പച്ചയാണ് ഭൂമിയിൽ നമ്മളെ നിലനിർത്തുന്നത്. മുക്കുറ്റിച്ചെടി പോലും ഭൂമിക്കും നമുക്കും ഒരു അലങ്കാര. ആനേഡിയൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, ഇങ്ങനെ പരന്ന് ഇലയോടുകൂടി പരന്നിരിക്കുന്നത് ഒരു മരുന്നാത്. അതുപോലും ഉയർന്നിട്ടില്ല, നിലത്ത് തന്നെയാണ് പടരുന്നത്. പർപ്പിടകം ഉണ്ടല്ലോ, അത് എല്ലാ സാധനം, കറുകപ്പുല്ല്, ഇതൊക്കെ പച്ചയാ. ആ പച്ച സസ്യശ്യാമളമാക്കി നിർത്തണം ഈ ഭൂമിയെ. ഇതിലത്തെ കാട് കണ്ടമാനം വെട്ടി നശിപ്പിക്കരുത്. പുൽപ്പള്ളിയിലും മറ്റും ലക്ഷോപലക്ഷം വില വരുന്ന മരങ്ങൾ മുറിച്ച് കത്തിച്ച് കരിയാക്കി കൊടുത്തുകൊണ്ടിരുന്നു പഴയ കാലത്ത്. അത് നിന്നോന്ന് എനിക്കറിയില്ല. എന്താ അക്രമമാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ജീവിക്കാൻ വല്ല സ്ഥാനമുണ്ടോ, അറിവുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും നമ്മൾ പച്ച കളയരുത്. എത്രയും പച്ച പിടിപ്പിച്ച് നിർത്തണം. നമ്മൾ ഇന്ന് മുറിക്കുന്ന പ്ലാവ് നമ്മുടെ മുത്തശ്ശൻ വെച്ചതാവാം. അപ്പം ആ പ്ലാവ് മുറിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു പ്ലാവ് വയ്ക്കണം, അപ്പോഴേ ഇത് ശരിയാവുള്ളൂ. അങ്ങനെ പച്ച പിടിപ്പിച്ച് നമ്മൾ നിർത്തണം. അത് ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാം മരങ്ങളാവണമെന്നുള്ള അർത്ഥമില്ല. നിങ്ങൾ കുറേ പുല്ല് പിടിപ്പിച്ചാലും അതും പച്ച തന്നെയാണ്, നിറഞ്ഞങ്ങോട്ട് ഇരുന്നാൽ മതി. ഇപ്പൊ പുല്ല് ചോട്ടിൽ പരത്തി വയ്ക്കണു, മരമാവുമ്പോൾ ഇങ്ങനെ പോയിട്ട് അവിടെ പരക്കണു. സ്ഥലം ചോട്ടിലും മുകളിലും ഒരുപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഭൂമിയെ പച്ച കൊണ്ട് പുതപ്പിക്കണം. ഭൂമിയുടെ പരവതാനിയോ അല്ലെങ്കിൽ ഭൂമിയുടെ പുതപ്പോ പച്ചയാണെന്ന്. ഈ പച്ചയെ സംരക്ഷിച്ചു പോന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കാം. അതിന് ശുദ്ധ മനസ്സ് നമുക്ക് വേണം. അതേമാതിരി സമയോചിതമായ ത്യാഗങ്ങളും നമുക്ക് വേണം. എന്നിട്ട് ഈ ലോകം സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രമാണ്. ആ ചാക്രികതയ്ക്ക് വിധേയമായിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അത് പ്രവൃത്തിയാണ് അതിൻ്റെ ആഹ്വാനം. ആ ആഹ്വാനത്തിനെ കേട്ട് അതനുസരിച്ച് ജീവിക്കാത്തവനോ, അതാണ് കൃഷ്ണൻ പറയുന്നത്, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ഇങ്ങനെ അനാദിയായി പ്രവർത്തിക്കുന്ന, അനശ്വരമായി പ്രവർത്തിക്കുന്ന ഈ ചക്രത്തെ ആരാദരിക്കാതെ, മടിയനായി യജ്ഞമനസ്ഥിതി വളർത്താതെ, സ്വാർത്ഥതയിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി മുതൽ കൂട്ടി മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ച് ചെലവ് ചെയ്യാതെ കഴിച്ചുകൂട്ടുന്നുണ്ടല്ലോ, അവര് പാപജീവികളാണ്. പ്രതിദിനം അവർ കഴിക്കുന്ന ഊണ് പോലും പാപമാണ്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ധരിക്കണേവോ? ഞാൻ ഗൃഹസ്ഥന്മാരെ മുഴുവൻ ഇടിച്ചു താഴ്ത്തി പറയുകയാണോ? അല്ല. ഗൃഹസ്ഥന്മാരാണ് ഇവിടെ 99.9999 റെക്കറിങ് പേഴ്സൻ്റ്. അവർക്കുണ്ടാവുന്ന കുട്ടികൾ, അവരുടെ കൂടെ ജീവിക്കുന്നവർ, അവർ പെറ്റു വളർത്തിയ ആൾക്കാർ, അപൂർവം ചിലർ സന്യസിച്ചവർ എത്രയുണ്ടാവും? ഏതാണ്ട് 2, 3, 4 ലക്ഷം 5 ലക്ഷം ഉണ്ടാവാം. ഇന്ത്യ രാജ്യത്തിൽ കൂടുതലും ഉണ്ടാവാം. അവരാണോ ഇവിടെ മുഖ്യം? അല്ല. ഇവിടെ ഭൂരിപക്ഷം ജനങ്ങളും ഗൃഹസ്ഥന്മാരാണ്, കുടുംബജീവികളാണ്. അവർക്കെല്ലാവർക്കും അവർ ചെയ്യേണ്ട ധർമ്മത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ച്, അവർ മൂലം ഈ ലോകം നന്നാവണം എന്ന് വിചാരിച്ച് അവരെ ഉദ്ബോധിപ്പിക്കുകയാണ്. അർജുനനെ ശപിക്കുകയാണോ കൃഷ്ണൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ? അല്ല. അർജുനനിൽ പ്രബുദ്ധത വളർത്തി ഈ 18 ദിവസം നടക്കാൻ പോകുന്ന യുദ്ധമടക്കം അർജുനന്റെ ജീവിതത്തിലുള്ള പ്രവൃത്തികൾ മുഴുവനും യജ്ഞ സംഭാവനയാക്കി തീർക്കാൻ വേണ്ടിയാണ് യജ്ഞത്തിന്റെ മഹത്വവും അയജ്ഞത്തിന്റെ മഹാപാപ സ്വഭാവവും വെളിപ്പെടുത്തുന്നത്. നോക്കൂ, നമ്മുടെ ഭഗവത്ഗീത തികഞ്ഞ ഒരു ശാസ്ത്രമാണ്. കാര്യം പൊടുന്നനെ കൃഷ്ണൻ അർജുനനെ നോക്കി പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഭാരതീയ വ്യക്തിത്വത്തിൻ്റെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്വത്താൽ, പ്രാഗൽഭ്യത്താൽ, മേന്മയാൽ, അതിശയാവഹതയാൽ ആ പറയുന്ന വാക്കുകൾ സമഗ്രമായി തീരുക. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, കൃഷ്ണനൊന്നുമല്ല, നിങ്ങളും അർജുനന്മാരല്ല എൻ്റെ മുൻപിലുള്ളവർ. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ സംസാരം വെറുതെ ഒരു മുഖത്തിൽ നിന്ന് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ മുഖത്തിൻ്റെ പിന്നിലുണ്ടല്ലോ എന്ത്? ആ ഉൾ വ്യക്തിത്വം, ആ
ആ ഉൾവ്യക്തിത്വം ഈ ശരീരത്തിൽ ഒതുങ്ങുന്നതൊന്നുമല്ല. എൻ്റെ ശരീരമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ് മുഖം, നാവ്. അതിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഈ ശബ്ദം. ഒരു എനർജി സൗണ്ട് എന്നുള്ള നിലയ്ക്ക് മുഖമാണ് അതിൻ്റെ കേന്ദ്രം, അതിൻ്റെ ഉറവിടം എന്ന് പറയാം. പക്ഷേ ഈ ശബ്ദങ്ങളും അക്ഷരങ്ങളും വാക്കുകളുമെല്ലാം രൂപപ്പെടുത്തുന്നതോ കുറിക്കുന്നതോ എന്താ? വിശേഷപ്പെട്ട അനാദിയായിരിക്കുന്ന തത്വങ്ങളാണ്. അപ്പൊ ഈ അനാദി തത്വങ്ങൾ വായിലൂടെ പുറത്തു വരുമ്പോൾ വെറും വായല്ല അതിൻ്റെ ഉദ്ഭവം. ഒരു ഉൾവ്യക്തിത്വമുണ്ട്. എൻ്റെ ശരീരമാണ് അമ്മ പ്രസവിച്ച് 81 കൊല്ലം കഴിഞ്ഞത്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സും ബുദ്ധിയും ഉണ്ടല്ലോ, ആ ബുദ്ധി വേദകാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കണക്ഷനാണ് അതിലുള്ളത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കിവിടെ എന്താ പറയാൻ പറ്റുക? ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. എന്താ സംസാരിക്കണേ? ഉപനിഷത്ത് കർത്താക്കൾ കണ്ടുപിടിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സത്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ വെളിപ്പെടുത്തുന്ന സമയത്ത് എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഉപനിഷത്ത് കാലം വരെ ചെല്ലുന്നില്ലേ എന്ന് നിങ്ങൾ തന്നെ പറയും. പിന്നെ ഭാവമാണ് അവിടെ കാര്യം. നമ്മുടെ ഭാവം ഉപനിഷത്തുകളോളം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവായി നീണ്ട്. അപ്പൊ ഉൾവ്യക്തിത്വത്തിന് ഒരു പരിധി ഇടാനോ ഒരു മതിൽ കെട്ടാനോ ലോകത്തിൽ ഒരാളില്ല. കൃഷ്ണൻ പറഞ്ഞതാണ് എനിക്കിവിടെ പറയാൻ തോന്നുന്നത്. എന്ത്? അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമാവ്യയ മമ ഭൂതമഹേശ്വരം. അർജുന, ഞാൻ ദേവകി പെറ്റ് യശോദ വളർത്തി വന്ന ഒരു കുട്ടിയാണെന്നാണ് എല്ലാവരുടെയും ധാരണ. വാസ്തവത്തിൽ ഞാനല്ല, അതെൻ്റെ ശരീരമാണ്. എൻ്റെ ഉള്ളിലുള്ള വ്യക്തിത്വമുണ്ടല്ലോ, പരം ഭാവമജാനന്തോ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും മനസ്സ് ഈ വിശാലമായ ലോകത്തെ കണ്ട് പ്രതിഫലിപ്പിക്കുന്നതാണ്. ലോകത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുള്ളപ്പോ നിങ്ങൾ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണോ എന്ന് ഞാൻ ചോദിക്കുന്നു. മറുപടി പറയും. കൃഷ്ണൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കുമുണ്ടല്ലോ ഒരു ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വം ഈ ലോകത്തെ അതിശയിക്കുന്നതും കടന്നു പോകുന്നതുമാണ്. ശരീരത്തിനാണ് ഈ പരിമിതമായ വയസ്സ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് വിശ്വത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നു. ആലോചിച്ച് കാലം തുടങ്ങുന്നതിന് മുൻപുള്ള ദശയെക്കുറിച്ച് പോലും അത് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ഋഗ്വേദത്തിലുള്ള ഒരു സൂക്തം എന്താ? നാസദാസീത് നോസദാസീത് തദാനീം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ സമയത്ത് സത്വമില്ല അസത്വമില്ല എന്ന്. എക്സിസ്റ്റൻസ്, അസ്തിത്വം എന്നൊന്ന് ഉദ്ഭവിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു സ്ഥിതി? അസ്തിത്വമില്ല. അസ്തിത്വമില്ലെങ്കിൽ അനസ്തിത്വമില്ലല്ലോ. അസ്തിത്വവും അനസ്തിത്വവും രണ്ടുമില്ലാത്ത ഒരു കാലമാണത് എന്ന് ഉപനിഷത്ത് കർത്താക്കൾ, വേദകർത്താക്കൾ പറയുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ സംസാരം വെറും ഭൗതികമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വായമെടുക്കൊണ്ട് സംസാരിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. വായ ഇതിനൊരു ഉപകരണം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ മനസ്സും ബുദ്ധിയും, അതിൻ്റെ ആ ഭാവശക്തി, ഭാവശുദ്ധി, ആശയം, ആ ആശയ ഗാംഭീര്യം, ഇത് രണ്ടും എവിടത്തോളം ചെല്ലുന്നു? അനാദികാലം വരെ ചെല്ലുന്നു. ഇപ്പൊ ഞാൻ ഈ ഭഗവത്ഗീത സംസാരിക്കുമ്പോൾ കൃഷ്ണൻ ഇത് പറഞ്ഞു, വ്യാസൻ ഇത് പകർത്തി. ആ കൃഷ്ണനും വ്യാസനും ഇതുകൊണ്ട് എന്തുദ്ദേശിക്കണോ അവർക്ക് പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്തതോ ആയ കാര്യങ്ങൾ, അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്തോ അത് മുഴുവനും പ്രകടമാക്കത്തക്ക വിധത്തിൽ, തറപ്പിച്ച് പറയത്തക്ക വിധത്തിൽ എൻ്റെ മുഖത്തിൽ നിന്ന് വരണം എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ടാണ് പറയണത്. അതാണ് എൻ്റെ പറച്ചിലിന് വളരെ ഉറപ്പുണ്ടാവും, ആവേശമുണ്ടാവും. പരമാവധി അത് ശുദ്ധമാവണം, ബുദ്ധമാവണം, പ്രബോധകമാകണം എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. എന്തിനാ ഈ ശാസ്ത്രം എഴുതിയിരിക്കുന്നത്? ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ. ആ പറഞ്ഞു മനസ്സിലാക്കുന്നതാണല്ലോ ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ സന്യസിച്ചത് എന്തിനാ? വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ. വീട്ടിലിരുന്നില്ല. എന്താ കാരണം? പുറത്തു കിടക്കണം. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് വീട്ടംഗങ്ങളോടല്ല, കുട്ടികളോടല്ല. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ജിജ്ഞാസുക്കളോടാണ്, സാധകന്മാരോടാണ്, ഭക്തന്മാരോടാണ്, ശാസ്ത്രബോധമുള്ളവരോടാണ്. കാര്യങ്ങൾ മനസ്സിലാകണം. കണ്ടതിനപ്പുറം എന്താ, കണ്ടതിനപ്പുറം എന്താ, തുടക്കത്തിന് മുൻപെന്താ, ആരംഭത്തിന് മുൻപെന്താ, അവസാനത്തിന് ശേഷം എന്താ എന്നിങ്ങനെ കാരണചിന്ത ചെയ്യുന്നവരുണ്ടല്ലോ, കുറെ പേരെങ്കിലും ഉണ്ടാവും. അവരോട്
നമ്മുടെ അനാദിയായിരിക്കുന്ന സാഹിത്യം ഇതൊക്കെ ചർച്ച ചെയ്ത് നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണം എന്നുള്ളൊരു ആവേശം, അതിലൊരു കുതിപ്പ്, അടങ്ങാത്തതായ ഉത്സാഹം അതുള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു മഹാപാപിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ലോകചക്രത്തെ അനുസരിക്കാതെ ഇരിക്കുന്നവരെല്ലാം മഹാപാപികളാണ്, അവർ തിന്നണത് മുഴുവൻ പാപമാണെന്ന് പറഞ്ഞു. വലിയ ഒരു പ്രസ്താവനയാണ്, ഉപായപ്പെട്ട പ്രസ്താവനയല്ല. അപ്പം അതിനെന്താ അർത്ഥം? ഈ ലോകത്തിലുള്ളവരെല്ലാം അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന്. അപ്പോൾ ഒരു ചോദ്യം വരണു, ഈ സന്യാസിമാർ എന്ത് ചെയ്യുന്നവരാ? പ്രവൃത്തികളൊക്കെ വിട്ട് തല മൊട്ടയടിച്ച് ഭസ്മവും പൂശി അവരെനിക്ക് കല്യാണവും വേണ്ട കാർത്തികയും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുന്നവരാ. അപ്പം അതൊരു വലിയ അപരാധമായി പോവോ? കൃഷ്ണൻ പറയുന്നത് ശാസ്ത്രമാണ്, അദ്ദേഹം വെറുതെ സംസാരിക്കുകയല്ല. അപ്പം ആ പറയുന്നതിന് മുഴുവൻ ഒരു മിഴിവും ഒരു പൂർണ്ണതയും ഉണ്ടാക്കി കൊടുക്കണം. ഈ ലോകചക്രത്തെ അനുസരിക്കാത്തവരെല്ലാം പാപികളാണ്, അവർ കഴിക്കുന്നത് വരെ പാപം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിത്തീരുമോ എന്ന് ആലോചിച്ച് ഇതിൽ പെടാത്തൊരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞ് ജ്ഞാനനിഷ്ഠന്മാരെയും സന്യാസിമാരെയും ഒഴിവാക്കിക്കൊണ്ട് അവരുടെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. ഇതൊരു റൂളായിട്ട് പറഞ്ഞു, ആ റൂളിന് എക്സെപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. കൃഷ്ണൻ അവിടെ സംസാരിച്ചതിൽ എത്ര സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് വേദവ്യാസനും ശ്രീകൃഷ്ണനെന്ന് മനസ്സിലാക്കണം. ഇത് കർമ്മയോഗമാണ് പ്രതിപാദിക്കുന്നത്. പക്ഷേ ഈ കർമ്മത്തിൽ പെടാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്, എങ്ങനെയായാൽ ആര് എന്ന് പറയുന്നതാണ് അടുത്ത 2 ശ്ലോകം.